നിങ്ങൾ വലിയ ഓഫ് റോഡാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ ഈ വണ്ടിയായിട്ട് ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. ഇതൊരു ഹോണ്ട സിറ്റി ആണ്, ഒരു EV ആണ്, ഓൾ വീൽ ഡ്രൈവ് ആണെന്നുള്ള പേരെന്നുള്ളൂ. മാരക പവറൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ എന്നെ മെന്റലി ഡൗൺ ആക്കിയിട്ടാണ് ഈ വണ്ടി എനിക്ക് തരുന്നത്. ഒരു പറയണത് നമുക്ക് 3 വണ്ടിയാണ് ആകെ ഉള്ളത്, ഈ വണ്ടി നശിപ്പിക്കാതെ വേണം ഷൂട്ട് ചെയ്യാൻ. ഞാൻ നോർമലി എൻ്റെ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം, ഒരു ലൈൻ ഉണ്ട്. ഞാൻ ആ ലൈനിലായത് ഞാൻ ഇങ്ങനെ ട്രാക്കിൽ എൻ്റെ വീല് റൈറ്റ് വീൽ ഇവിടെ വേണം, ലെഫ്റ്റ് വീൽ ഇവിടെ വേണം എന്ന് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നടന്നു പോകും. ആ ചാലായിരുന്നു എനിക്കുള്ള ചതി. അതായത് ആ ചാലിൽ വീല് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മറ്റേ സൈഡ് ഇങ്ങനെ പൊങ്ങണം. അപ്പൊ ആ ചാലിൽ തന്നെ 2 തവണ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കേണ്ടി വരുന്നുണ്ട്. അതായിരുന്നു അതിലെ ചലഞ്ച്. ആ സ്പെസിഫിക് സാധനത്തിൽ റിവേഴ്സ് എടുത്തപ്പോൾ ചെരിച്ച റിവേഴ്സ് എടുക്കണം. അവിടുന്ന് വണ്ടി കുപ്പം തോന്നിട്ട് അധികം ഇറങ്ങി. പിന്നെ നോർമൽ വണ്ടി ഗ്രിപ്പ് ചെയ്ത് നിന്നു. പിന്നെ അധികം കൂളായിട്ട് ഇറങ്ങി. ഒറ്റയ്ക്ക് പോയി തിരിക്കുമ്പോൾ നമുക്ക് ഒന്നും കാണൂല. അപ്പോൾ ക്യാമറനെ വിശ്വസിക്കുക, പിന്നെ നമ്മുടെ ബ്രേക്കിനെ വിശ്വസിക്കുക. ഒരു ഇഞ്ചൊക്കെ അങ്ങോട്ടൊക്കെ പാളിപ്പോയി ചിലപ്പോൾ ഇറക്കത്തിലേക്ക് പോകും. ഈ ആഡൊന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഡ്രീമായിരുന്നു റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. ഞാൻ ഓഫ് റോഡിംഗ് ആണ് എൻ്റെ പാഷൻ. എന്തൊക്കെ അപ്ഗ്രേഡ് അന്ന് മോട്ടോർ സ്പോർട്ട് ഫീൽഡിൽ ഓഫ് റോഡിങ്ങിൽ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞോടുകൂടി എന്നെ RFCന്ന് പുള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ആദ്യം കുറേ പേര് എന്നെ വന്ന് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് അറിയാത്ത രീതിയിലുള്ള കളിയാക്കലും. അതായത് ഞാൻ വിചാരിക്കും അതൊരു അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു തൂക്കലായിരുന്നു. ഒരു 4 വർഷം അടുപ്പിച്ച് തോറ്റുകൊണ്ടിരുന്നു. ഞാൻ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. പിള്ളേർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം. പ്രൊഫഷൻ കൊണ്ട് ഒരു ഡോക്ടറാണ്, പാഷൻ കൊണ്ട് ശരിക്കും ഒരു പ്യൂർ ഹാർഡ് കോർ വണ്ടി ഭ്രാന്തനാണ്. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ബിജു ബാനോന്റെ ഒരു ലുക്കും ജോജി ചേട്ടന്റെ ശബ്ദവും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടോ? എന്റെ കമന്റ്സിലൊക്കെ ഉണ്ട്. ആദ്യം ജോജി ചേട്ടൻ കയറി വരുന്നതിന് മുമ്പ് ബിജു മേനോന്റെ ശബ്ദം എന്നാണ് എല്ലാവരും പറയാറ്. ഇപ്പൊ അത് അങ്ങേറ്റ ശബ്ദമായി, മറ്റുള്ള ലുക്കുമായി. ഓരോരുത്തർക്ക് ഒരു ടൈം വരുന്നു പറയല്ലോ. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് RFCയുടെ 2007 വിന്നർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു വണ്ടി ഭ്രാന്തനാണെന്ന് മനസ്സിലാകുന്നത്. ആൻഡ് ഈ ആഡ് റിലീസ് ആയതിനു ശേഷം ഒത്തിരി ആളുകൾ ഡോക്ടറെ അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഒരു വണ്ടി ഭ്രാന്തൻ എന്ന നിലയിൽ ആഗ്രഹിച്ചൊരു മൊമെന്റ് ആയിരുന്നു ഇതുപോലത്തെ ഒരു ആഡ്. ഈ ആഡൊന്നും അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഡ്രീമായിരുന്നു റെയിൻ ഫോറസ്റ്റ് ചലഞ്ച്. ഞാൻ ഓഫ് റോഡിംഗ് ആണ് എൻ്റെ പാഷൻ. അതായത് ഓഫ് റോഡ്, അതായത് എല്ലാ വണ്ടി മോട്ടോർ സ്പോർട്ട് മുഴുവൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നത് ഒന്നല്ലെങ്കിൽ ഓട്ടോക്രോസ്, അല്ലെങ്കിൽ റാലി, അല്ലെങ്കിൽ പിന്നെ ഓഫ് റോഡിങ്. അപ്പം ഓഫ് റോഡിങ്ങിനോട് എനിക്ക് കൂടുതൽ താല്പര്യം വരാൻ കാരണം ഞാനൊരു ജീപ്പ് വാങ്ങി, ഒരു താറ് വാങ്ങിച്ചു. ആ താറും കൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങി തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് കുറേ അങ്ങ് തോറ്റു. അപ്പൊ തോറ്റപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറിച്ച് പഠിക്കണം എന്ന്. അതായത് എനിക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നൊരു ആഗ്രഹമായി. എൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ആദ്യം കുറേ പേര് എന്നെ വന്ന് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് അറിയാത്ത രീതിയിലുള്ള കളിയാക്കലും. അതായത് ഞാൻ വിചാരിക്കും അതൊരു അപ്രീസിയേഷൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു തൂക്കലായിരുന്നു. അങ്ങനെ പല കളിയാക്കലും വന്നു. അപ്പോൾ പിന്നെ അവസാനം ജയിക്കണം എന്നുള്ളൊരു വാശി വന്നു കുറേ കഴിഞ്ഞപ്പോൾ. ഒരു 4 വർഷം അടുപ്പിച്ച് തോറ്റുകൊണ്ടിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞാണ് ഞാനിതിനെക്കുറിച്ച് പഠിക്കുന്നത്. 4 വർഷം ആ താറന്നെ എനിക്ക് മാറ്റാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുകിടന്ന് പിന്നെ അവസാനം വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്താമെന്ന് വിചാരിച്ച് കോമ്പറ്റീഷൻ നിർത്തി. 2018 ലാസ്റ്റിൽ ഞാൻ കോമ്പറ്റീഷൻ നിർത്തി, ഓടിക്കൽ നിർത്തി. എന്നിട്ട് റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഇവൻറ്റിൽ ഞാൻ കാണാൻ 2 തവണ KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ക്ലബിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി അവിടെ വെച്ച് ഒരു ഇവന്റ്, ഒരു അതായത് RFCയുടെ ഒരു ടാഗ്, ഒരു കോമ്പറ്റീറ്റർ ടാഗ് കഴുത്തിലിടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ഞങ്ങളുടെ ക്ലബിന്റെ ഹെഡുമായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞു, ഈ വർഷം നീ എൻ്റെ കൂടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ RFCയുടെ കോ ഡ്രൈവറായിട്ട് ഇറങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു മോശം അവസ്ഥയായിരുന്നു. കാരണം കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് വേണം. അപ്പം ഫിസിക്കലി ഞാൻ അത്ര ഫിറ്റ് അല്ല. അത് എൻഡുറൻസ് ഇല്ല. കോ ഡ്രൈവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കോ ഡ്രൈവർ ഒരുപാട് ഓടാനും പിഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഒരേ സ്റ്റേജിൽ തന്നെ 15 മിനിറ്റ് സ്റ്റേജ് ആണെങ്കിൽ ഒരു 10-12 മിനിറ്റ് കോ ഡ്രൈവർ വണ്ടിയുടെ പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇരിക്കുകയല്ല, പുറത്തിറങ്ങി പണിയെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇനീഷ്യലി ഞാനൊരു 4-5 സ്റ്റേജിൽ ഞങ്ങൾ അത്യാവശ്യം പണിയെടുത്തു. എന്നിട്ടും എൻ്റെ സ്പീഡ് പോരാത്തത് കൊണ്ട് ഞങ്ങൾ 1-2 സ്റ്റേജിൽ DNF ആയി. വിഞ്ചിങ്ങിന് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഓടിപ്പോയി വിഞ്ച് മരത്തിൽ കൊളുത്ത്, എവിടെയാണോ ആങ്കറുള്ള അവിടെ പോയി കൊളുത്ത് വെക്കണം. അത് ഞാൻ സ്ലോ ആയിട്ട് ചെയ്യും, കാരണം ബ്രീത്ത് എടുക്കണമല്ലോ. അങ്ങനെ ചിലപ്പോൾ ചിലതിലൊക്കെ ബ്രീത്ത് ഇല്ലാണ്ടായി പോകും. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് 1-2 മിനിറ്റൊക്കെ ഇരുന്ന് ശ്വാസം വലിച്ചിട്ടൊക്കെയാണ് പിന്നെ തിരിച്ച് വണ്ടി കയറാം. ആ സാധനം NDTVയുടെ അന്ന് NDTVയുടെ ഒരു ഫീച്ചറിലും കയറി വന്നു. NDTVയുടെ 2018 RFC എന്നുള്ള ഫീച്ചറിൽ കോ ഡ്രൈവർ ഫിസിക്കലി ഫിറ്റ് ആവണം എന്നുള്ളൊരു ഫീച്ചർ NDTVയുടെ ചാനലിലും കയറി വന്നു. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞോടുകൂടി എന്നെ RFCന്ന് പുള്ളി പുറത്താക്കുകയാണ് ചെയ്തത്. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ഞാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു എൻ്റെ ഡ്രൈവറോട്. പുറത്തുനിന്ന് പുള്ളിയുടെ ഫ്രണ്ടാണ് പറഞ്ഞു, ഫഹദ് ഫിറ്റ് അല്ല, ഫഹദിനെ പറ്റുമോ നമുക്കെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അതിന്ന് ഇൻസ്റ്റന്റ് പുള്ളി ഒന്നും എന്നോട് ചോദിച്ചും കൂടിയില്ല. പുള്ളി പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയില്ല, നീ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് എൻ്റെ തലയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു. ഒരു കോ ഡ്രൈവിങ് എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. പിന്നെ പലരും ഫിനിഷ് ചെയ്യാത്ത അതിൻ്റെ തലേന്നുള്ള ലാസ്റ്റ് സ്റ്റേജിൽ ആകെ അന്ന് 37 കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 37 കോമ്പറ്റേറ്റേഴ്സിൽ
ഞങ്ങൾ 4 പേര് മാത്രം ഫിനിഷ് ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്. ആ 4 പേര് ഫിനിഷ് ചെയ്തതിൽ ഞാനും എൻ്റെ ഡ്രൈവറും ഒന്നാണ്. അതായത് ഒരു ടീമാണ്. 4 ടീം ഫിനിഷ് ചെയ്തതിൽ. കാരണം അന്ന് ഞങ്ങൾ എൻ്റെ തല ഉപയോഗിച്ചു, അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണമായിരുന്നു. ഞങ്ങൾ ഭയങ്കര വിഷമിച്ച് പോന്നു. അങ്ങനെ കോമ്പറ്റീഷൻ നിർത്തി എൻ്റെ താറൊക്കെ കൊടുത്തൊരു ബൊലേറോ വാങ്ങി എക്സ്പെഡിഷൻ മോഡലിലേക്ക് മാറുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2-3 പിള്ളേരുണ്ട്. ഒന്ന് എൻ്റെ ബ്രദറിൻലോ, പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരു ശ്രീരാഗ് ഉണ്ട്. ഞാൻ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ പിള്ളേർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തിരിച്ചടിക്കാം, തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ബൊലേറോ അങ്ങനെ കൊടുത്ത് ഞാനൊരു ജീപ്പ്, സാധാരണ CJ500 ജീപ്പ് വാങ്ങിച്ചു. ആ ജീപ്പ് വാങ്ങിച്ചിട്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ട് ഞാൻ ആകെ ഒരു 3-4 ഒരു 5 കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ. 5 മാത്രമാണ് പോഡിയം ഇല്ലാതെ ഞാൻ വന്നിട്ടുള്ളൂ. ഒരു 10, 150, 200 ഇവന്റ് ആ വണ്ടിയിൽ തന്നെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ 5 കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു. എൻ്റെ വണ്ടിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ആ വണ്ടി ലൈറ്റ് വെയിറ്റ് വണ്ടിയായിരുന്നു. ഏറ്റവും ആദ്യം തന്നെ ചെയ്തത് മറ്റേ വണ്ടിയിൽ താറിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഹെവി ഡ്യൂട്ടി സാധനങ്ങളും ഞാൻ ഇതിനകത്തേക്ക് കയറ്റി. അത് പൊട്ടാത്ത ആക്സിൽ വാങ്ങിച്ചിട്ടു, ലോക്കേഴ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ വണ്ടിക്കകത്ത് കയറ്റി. എന്തൊക്കെ അപ്ഗ്രേഡ് അന്ന് മോട്ടോർ സ്പോർട്ട് ഫീൽഡിൽ ഓഫ് റോഡിങ്ങിൽ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ചു. അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കമ്പണൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചു. അത് കാരണം മിനിമൽ ഡാമേജസ് ആയിരുന്നു. എനിക്ക് ട്രാക്കിൽ പൊട്ടി ഒടിഞ്ഞ് കിടക്കാറില്ല. പിന്നെ ഓടിക്കാനും ഞാൻ പഠിച്ചു. ആദ്യത്തെ വണ്ടിയിൽ സ്പീഡിൽ ഓടിച്ചിട്ട്, സ്പീഡാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ചാൽ എപ്പോഴും സ്പീഡിൽ പോയി എന്തെങ്കിലും ഒബ്സ്റ്റക്കിളിൽ പോയി അടിക്കും, വണ്ടി പൊട്ടും, അങ്ങനെ നാണം കെട്ടിയിരിക്കും. ട്രാക്കിൽ എവിടെയെങ്കിലും പൊട്ടി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ട്രാക്ക് എക്സിറ്റ് ചെയ്യാനൊന്നും അവർ കാത്തേക്കില്ല. ബണ്ടിങ് തുറന്നിട്ട് ട്രാക്കിന്റെ പുറത്തേക്ക് വലിച്ചിടും, ബാക്കിയുള്ളവർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമ്മളവിടെ നിന്ന് ബാക്കി വണ്ടികൾ ഓടുന്നത് നോക്കിയിരിക്കും. ഈ 2020 വിന്നർ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ, 24 വിന്നർ ആവും. പിന്നെ അത് കഴിഞ്ഞ് KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ തന്നെ ഷമി മുസ്തഫ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ തന്നെയാണ്. പുള്ളിയുടെ വണ്ടികൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനെ വണ്ടിയോട് താല്പര്യമുള്ളതുകൊണ്ട് പുള്ളിയോട് പറയും എനിക്ക് വണ്ടി ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പുള്ളിയുടെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഇവന്റിന് പുള്ളി വന്ന് ഓടിച്ചു. അപ്പോൾ പുള്ളി ഗൾഫിലാണ്, ഭയങ്കര ബിസിനസ് തിരക്കൊക്കെ ഉള്ള ആളാണ്. വണ്ടിയായിട്ട് ഒരു സിങ്കും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും വരും എനിക്കൊന്ന് ഓടിക്കണം എന്ന് പറഞ്ഞ് പുള്ളി വണ്ടി ഒന്ന് എടുത്ത് ഓടിക്കും. അങ്ങനെ ഓടിച്ച് പുള്ളിയുടെ വണ്ടി ഒരിക്കൽ പുള്ളി എനിക്ക് ഓടിക്കാൻ തന്നു ഒരു കോമ്പറ്റീഷനിൽ കോട്ടയത്ത് വെച്ചിട്ട്. അന്ന് പുള്ളിയുടെ വണ്ടി നല്ല സ്പെക്കുള്ള, എൻ്റെ വണ്ടീനേക്കാളും സ്പെക്കുള്ള വണ്ടിയാണ്. പുള്ളിയുടെ വണ്ടിയുടെ ഒരു ഫിഡിൽ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് ഞാൻ ആ സ്റ്റേജ് ഓടിച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടിച്ചു. ഫാസ്റ്റസ്റ്റ് ഡ്രൈവറായിരുന്നു, ആ ഇവന്റിലെ ഓപ്പൺ ക്ലാസ് വിന്നറായിരുന്നു. അങ്ങനെ 2-3 ട്രോഫി എനിക്ക് കിട്ടി. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താൻ ഇത്ര നന്നായിട്ട് ഓടിക്കും, തനിക്ക് ഞാനൊരു വണ്ടി പണി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ഓഫ് റോഡ് വണ്ടി ബിൽഡ് ചെയ്യണ സർബ്ലോ മോട്ടോഴ്സിൽ പുള്ളി എനിക്ക് വേണ്ടി വണ്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പുള്ളിയും പുതിയൊരു വണ്ടി അതിൻ്റെ കൂടെ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ ആ 2 വണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ അവിടെ പോയി ഇടയ്ക്ക് 1-2 തവണയൊക്കെ ആയിട്ട് ചണ്ഡീഗറിൽ പോയി നോക്കും. അപ്പോൾ 3 വർഷം RFCക്ക് ഞാൻ ഇതിന് മുമ്പ് പോയതുകൊണ്ട് വണ്ടി എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നും അവിടെ ഉള്ള വണ്ടികൾ, ഓടുന്ന വണ്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് ഞാൻ കുറേ നോക്കി പഠിച്ചിട്ടുണ്ടായി. കാരണം ഇവരെ ഓടിക്കുന്നത് എല്ലാ വർഷവും ഞാൻ നോക്കുമായിരുന്നു. അപ്പം വണ്ടി ലോ ആവണം, വണ്ടി ലൈറ്റ് വെയിറ്റ് ആവണം, പിന്നെ ഭയങ്കര സ്റ്റേബിൾ ആവണം എന്നുള്ളതായിരുന്നു അൾട്ടിമേറ്റ് കാര്യം. പുള്ളി എന്നോട് എന്ത് എഞ്ചിൻ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡീസൽ എഞ്ചിൻ മതി, ഞാൻ ഡീസൽ എഞ്ചിൻ ഫാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡീസൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോർച്യൂണറിന്റെ എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ വെച്ച് പുള്ളി ഒരു വണ്ടി പണി തന്നു. അപ്പോൾ അതിൽ അവർ പഞ്ചാബിൽ നിന്ന് പണിതപ്പം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങിക്കണമല്ലേ, പോളി മാർക്കറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ സാധനങ്ങളൊക്കെ നല്ലതായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി. ആദ്യത്തെ RFC 2021 RFC ഞാൻ ആ വണ്ടി കൊണ്ടാണ് ഇറങ്ങുന്നത്. അത് ഇറങ്ങാൻ എനിക്ക് എൻട്രി കിട്ടിയത് ഇവിടെ കേരളത്തിൽ കേരള അഡ്വഞ്ചർ ട്രോഫി എന്ന് പറഞ്ഞൊരു ഇവന്റ് നടന്നു. ആ ഇവന്റിൽ വിന്നറിന്റെ പ്രൈസ് മണി എന്ന് പറഞ്ഞത് RFCക്കുള്ള എൻട്രിയാണ്. അന്ന് 1.25 ലക്ഷം രൂപയാണ് RFCയുടെ എൻട്രി ഫീ. മൂന്നാറിലെ ഇവന്റിൽ ഞാൻ ജയിച്ചു, പുള്ളി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ RFCക്ക് പോകാൻ തീരുമാനിച്ചു. RFCക്ക് പോയി. ആദ്യത്തെ ദിവസം ഞാൻ ഓവറോൾ 5th കണ്ടു നിന്നു. സെക്കൻഡ് ഡേ ഞാൻ 3rd വന്നു. തേർഡ് ഡേ ഞാൻ ഫസ്റ്റായി. RFC 16 രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻ RFC ആണ് ഇന്ന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഓടുന്ന RFC. കാരണം അത്രയും പാറകളും ഏറ്റവും കൂടുതൽ വിഞ്ചിങ് ഉള്ളതും ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതും ഇന്ത്യൻ RFCയിലാണ്. കാരണം മലേഷ്യൻസ് ഇന്ത്യൻ RFCനെ പേടിക്കുന്നുണ്ട്. മലേഷ്യൻസ് ആണ് RFCയിലെ മെയിൻ കോമ്പറ്റേറ്റേഴ്സ്. അവർക്ക് ഇന്ത്യയിൽ വന്ന് കോമ്പറ്റ് ചെയ്യാൻ ഇപ്പോൾ പേടിയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ അങ്ങോട്ട് കോമ്പറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പേടിയാണ്. നമ്മൾ അത്രയും എഫിഷ്യന്റ് ആണ് കുറച്ചും കൂടി. അങ്ങനെ കേരളത്തിലേക്ക് RFCയുടെ വിന്നർ ട്രോഫി ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. 2021 ഞാൻ കോമ്പറ്റ് ചെയ്യാൻ പോയിട്ട് 3rd ഡേ വിന്നറായി. 3rd ഡേ ടോപ്പിൽ വന്നു. 4th ഡേ 3rd ഡേ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഹൈ സ്പീഡ് സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്പീഡ് സ്റ്റേജിൽ ഞാൻ പിന്നെ താഴെ പോയി. ആ സ്പീഡ് സ്റ്റേജിൽ എൻ്റെ വണ്ടിക്ക് ഒരു എറർ വന്നു, ഇലക്ട്രിക്കൽ എറർ വന്നു, എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെ എറർ വന്ന് വണ്ടി ഡൗൺ ആയിപ്പോയി, വണ്ടി ലിമ്മോഡിൽ പോയി. ഒരു തരത്തിൽ ഞാനത് ഫിനിഷ് ചെയ്തു, കുറേ ടൈം എടുത്തിട്ട്. ടൈമിംഗ് ആണ് അൾട്ടിമേറ്റ്. പിന്നെ ഞാൻ അങ്ങനെ കോംപ്രമൈസ്ഡ് ആയി. കാരണം ഫസ്റ്റ് RFC തന്നെ വിൻ ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമത്തിലായി. പിന്നെ എങ്ങനെയൊക്കെയോ ഓടിച്ച് ലാസ്റ്റ് സ്റ്റേജ് വരെ വണ്ടി കംപ്ലീറ്റ് ചെയ്തു. ഓവറോൾ 3rd ആയി. ഫസ്റ്റ് ടൈം ഓവറോൾ 3rd വന്ന ആരും ചിലപ്പോൾ ഉണ്ടാവില്ല. ആദ്യത്തെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ 2ാം വർഷം പോയി. 2ാം വർഷം ഇതേ വണ്ടിയും കൊണ്ട് തന്നെ പോയി. ഒരുപാട് മിനുക്ക് പണികളൊന്നും ഇല്ലാതെ അതേ വണ്ടി കൊണ്ട് പോയി. ഡേ 1 വിന്നറായിരുന്നു, ടോപ്പിലെത്തി.
പിന്നെ RFCയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾ വിന്നറായി നിൽക്കാൻ RFC സമ്മതിക്കില്ല, അതായത് ടോപ്പിൽ നിൽക്കാൻ RFC സമ്മതിക്കില്ല. അങ്ങനെയാണ് ആ ഇവന്റിന്റെ ഒരു സ്കെഡ്യൂൾ വരെ. ഇപ്പൊ ഡേ 1 ഞാൻ ടോപ്പിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്താൽ 4 സ്റ്റേജ് ഒരു ദിവസം ഉണ്ടാവാം. അപ്പൊ 400 പോയിന്റ്, 400 പോയിന്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആളാണോ ആരാണോ ആ ടീമായിരിക്കും അടുത്ത ദിവസത്തെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത്. 4 സ്റ്റേജ് ഉണ്ടാവും. ആ 4 സ്റ്റേജിൽ ഏറ്റവും ടഫസ്റ്റ് ഏതാണെന്ന് അവർ തീരുമാനിക്കും. ആ സ്റ്റേജ് ഓപ്പൺ ചെയ്യുന്നത് ആ ടീമായിരിക്കും. അങ്ങനെ സെക്കൻഡ് ഡേയും അങ്ങനെ വന്നു. ആദ്യത്തെ 4 ദിവസം ഞാൻ ടോപ്പിൽ നിന്നു. ഡേ 4 വരെ ഞങ്ങൾ ലീഡ് ചെയ്ത് നിന്നു. 4th ഡേ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ എൻ്റെ വണ്ടി ഓഫായി പോയി. ഇലക്ട്രിക്കൽ കംപ്ലൈൻസ് എന്താന്ന് 2 ദിവസം നിന്ന് പണിതിട്ടും ഒരാൾക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. 5th ഡേ പോലും ഞങ്ങളുടെ പോയിന്റ് ആരും പിടിച്ചില്ല. 5th ഡേ ഫുള്ള് ഓടിയിട്ടും 5th ഡേ ഞങ്ങൾ ഓടിയില്ല. 6th ഡേ ആണ് ഞങ്ങളുടെ പോയിന്റിനെ അവർ കവർ ചെയ്യണത്. അങ്ങനെ ആ വർഷം അതുപോലെ പിന്നെയും കരഞ്ഞിറങ്ങി പോന്നു. ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഓടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാ. എനിക്ക് കഴിഞ്ഞ RFCയുടെ എൻ്റെ മൊത്തം ബഡ്ജറ്റ് 5 lakhs ആയിരുന്നു. ഏറ്റവും ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ച പോലെ, ഞങ്ങൾ RFC ഓടിച്ച പോലെ ഒരു ടീമും RFC ഓടിച്ചിട്ടുണ്ടാവില്ല. ഒരു ടീം ഒരു വർഷം നോർമലി ഒരു ടീം ചെലവാക്കണ 1 കോടി രൂപ അടുത്താ. അത് 5 ലക്ഷത്തിൽ അത് ഞങ്ങൾ 5 ലക്ഷത്തിൽ ഒതുക്കി. 5 ലക്ഷത്തിൽ ഒതുക്കിയത് തന്നെ 5 ലക്ഷം സ്പോൺസേർഡ് ആയിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് ആകെ എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഡീസൽ അടിച്ചിട്ടുണ്ട് 57,000 രൂപയ്ക്ക്. ഇപ്പം എൻ്റെ ടീമിലെ ചെക്കന്മാരും എൻ്റെ അളിയനൊക്കെ എന്നെ കളിയാക്കും. 57,000 രൂപ കൊണ്ട് RFC ഓടിക്കാൻ പോയ ആളാണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. ഒരുപാട് സ്റ്റേജിൽ തോറ്റുപോയപ്പോൾ കരഞ്ഞിരുന്ന ഒരാളെന്ന് പറയണം. ഇപ്പം ടാറ്റയുടെ തന്നെ ആഡിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു സ്റ്റണ്ട് ഡ്രൈവർ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് ആ ആഡ് കഴിഞ്ഞതിന് ശേഷം പലരുടെയും ഒരു ഹീറോ ആണ്. ഇനീഷ്യലി സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചത്, പക്ഷെ പിന്നെ എന്നെ ഹീറോ ആക്കിയവര്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പേര് ഹീറോ, എനിക്ക് ഹീറോ കാർ, എൻ്റെ കാർ ഹീറോ കാർ. അങ്ങനെ RFCയിലെ ഒഫീഷ്യൽസിനോടാണ് ടാറ്റയുടെ ഈ മീഡിയ ടീം ആദ്യം വിളിച്ചു ചോദിച്ചത്, ഇന്ത്യയിൽ ആരാണ് സൗത്ത് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റിയ ആൾക്കാരെന്ന്. അങ്ങനെ അവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് അവരുടെ കോള് വരുന്നത്. അപ്പം ഞാൻ എന്ത് വന്നാലും എൻ്റെ ടീമിലെ പിള്ളേരിൽ 2-3 പേര് എന്നോട് അതുപോലെ എന്നും സംസാരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ എന്നും ചർച്ച ചെയ്യും. അപ്പോൾ ഈ കോള് വന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ റോൾ എന്താണെന്നൊക്കെയുള്ള സാധനം വന്നു. ആദ്യം അവർ സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു വന്നു. പിന്നെ അപ്പോൾ ആ കഥ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവർ ലെറ്റർ അയച്ചു തന്നു എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പയ്യനോട് ഫോർവേഡ് ചെയ്തപ്പം പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ചാനലിനെ നമ്മൾ ഫോളോ ചെയ്യണം. പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് മീഡിയ ചാനലാണ്, അറിയുണ്ടാവുമായിരിക്കും. അവരെ ഏതോ ഒരു കമ്പനി കാശ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പം ഏറ്റവും അടിപൊളി വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. വന്നിട്ട് അവരുടെ ലെറ്റർ ആയിരുന്നു ഇത്. ഞാൻ അതിൽ പവർ ഡ്രിഫ്റ്റ് എന്നുള്ള സാധനം എൻ്റെ തലയിൽ കൂടെ ഓടിയില്ല, എൻ്റെ കണ്ണിൽ അത് കത്തിയില്ല. ഞാൻ ഇവനെ അയച്ചു കൊടുത്തപ്പോൾ ആശാനെ എന്താണിത്, ഇത് പവർ ഡ്രിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹൈപ്പിൽ എനിക്കൊരു ഓഡിയോ അയച്ചിട്ട് അവൻ വിളിച്ചു. ഇത് ഒരു തരത്തിലും വിടരുത്, ഇത് ചാൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ കോളൊന്നുമില്ല, അവർ ആ പറഞ്ഞ സാധനം വെച്ചു. അവർ ഡേറ്റ് മാറ്റി, എന്തോ ഒരു കാരണം കൊണ്ട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വേറെ ഡേറ്റിലേക്ക് ആക്കി. ആ സമയത്തിനിടയ്ക്ക് ഇവരെന്നോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു തീം മാറ്റുകയാണ്, നിങ്ങൾ സ്റ്റണ്ട് ഡ്രൈവർ ഒന്ന് മാറ്റിയിട്ട് ഹീറോ ആക്കുകയാണ്. ഞങ്ങൾ റേഞ്ച് റോവറിൻ്റെ ചൈനയിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്നോ കണ്ടതാണ്, ഇറങ്ങിയ കാലത്ത് കണ്ടതാണ്, എനിക്കറിയാം വീഡിയോ എന്താണെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു ആ ഡ്രൈവർക്ക് പകരം നിങ്ങളാവുകയാണെന്ന് പറഞ്ഞു.